ഹേ എവരിബഡി, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദി ഓൾ ന്യൂ എക്സ്പൾസ് 210. യെസ്, എക്സ്പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സക്സസ്ഫുൾ പ്രൊഡക്റ്റാണ് ഹീറോനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് നല്ലപോലെ സെയിൽസ് ഉണ്ടായിരുന്നു. റേറ്റ് കുറവ് എന്ന ബെനിഫിറ്റിനോടൊപ്പം തന്നെ ഏത് മുക്കിലും മൂലയിലും കൊണ്ടുപോകുന്ന വെയിറ്റ് കുറഞ്ഞൊരു വണ്ടിയായിരുന്നു എക്സ്പൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ചെറുപ്പക്കാരെ ഏറ്റെടുത്ത് സക്സസ് ആക്കിയ ഒരു വണ്ടിയാണ് എക്സ്പൾസ്. അതിൻ്റെ മൂന്നാമത്തെ വകഭേദമാണ് ഈ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വന്നൊരു മോഡൽ വന്നു, അത് കഴിഞ്ഞിട്ട് OBD2 ഒരു അപ്ഡേഷൻസും. ഇതെന്ന് പറയുന്നത് ടോട്ടലി ഒരു ന്യൂ പ്രൊഡക്റ്റ് പോലെ തന്നെ എല്ലാ മൂലകളിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ട് കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് എക്സ്പൾസ് 210 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടീനെയാണ് ഇൻഡെപ്ത് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എക്സ്പൾസിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് വിൻഷീൽഡ് കാണാം. ആദ്യം വന്ന എക്സ്പൾസിനേക്കാളും പൊക്കം കൂടുതലുള്ള രീതിയിലാണ് ഈ വിൻഷീൽഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ലെൻസാണ് വരുന്നത്. പിന്നെ അതിനടിയിലായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് ഹോൾഡറും നമ്മൾ കണ്ടിട്ടുള്ള LED ഹെഡ്ലൈറ്റും കാണാൻ പറ്റും. രാത്രി അത്ര നല്ലൊരു അഭിപ്രായമല്ല ഈ LED ഹെഡ്ലൈറ്റിനെ കുറിച്ചുള്ളത്. ബട്ട് LED ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും ടൈലൈറ്റ് എല്ലാം തന്നെ LED ലൈറ്റ്സ് ആണ്. അതേപോലെ ഒരു പ്രൊട്ടക്ഷൻ നല്ല രീതിയിലൊരു സ്റ്റേയും അതേപോലെ തന്നെ ഒരു ഓഫ് റോഡ് വണ്ടിയുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള പ്ലാസ്റ്റിക് ഫ്ലാപ്പും നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് സസ്പെൻഷനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള വേറൊരു മഡ് ഗാർഡും കൂടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം എഞ്ചിൻ സൈഡിലേക്ക് ചെല്ലടിക്കാണ്ടിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. നമുക്ക് വലിയ ഒരു സസ്പെൻഷൻ കാണാൻ സാധിക്കും. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ ഇവിടുത്തെ ട്യൂബിനൊക്കെ കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട്. 41 mm ആണ് സസ്പെൻഷൻ വരുന്നത്. അതിൻ്റെ ട്രാവൽ പറയുകയാണെങ്കിൽ 210 mm ട്രാവൽ വരുന്നുണ്ട്. നമുക്കൊരു സ്പോക്ക് വീൽസ് കാണാൻ സാധിക്കും. ഡിസ്ക് ബ്രേക്ക് കാണാൻ സാധിക്കും. അതിൽ ABS കണക്റ്റഡ് ആണ്. ടയർ സൈസിലേക്ക് വരികയാണെങ്കിൽ 90 21 എന്നുള്ള സൈസിലുള്ള ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിഫറൻറ്റ് സൈസാണ് വരുന്നത്. ബാക്കിൽ 18 ഇഞ്ചാണ്, ഇതിൽ 21 ഇഞ്ച് ടയർ വരുന്നുണ്ട്. അത്യാവശ്യം പെട്രോൾ ഡിസ്ക് ബ്രേക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ABS എന്നുള്ള സ്റ്റിക്കർ അതേപോലെ തന്നെ നമുക്ക് റിഫ്ലക്ടറോടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ എഞ്ചിൻ്റെ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്കിത് ടാങ്ക് കാര്യങ്ങളൊക്കെ നല്ല ഒഴുക്കൻ രീതിയിൽ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കറിങ്ങും ഒരു എക്സ്റ്റൻഷൻ പാർട്ടും DOHC എന്നുള്ളൊരു സ്റ്റിക്കർ, അതേപോലെ തന്നെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ഇതിൽ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, അതിൻ്റെ ഒരു സ്റ്റിക്കർ. പിന്നെ 210 ഇതൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന എല്ലാ കാര്യവും ഇവിടെ ഓരോ സ്റ്റിക്കേഴ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ്റെ കേസിങ് കാണുമ്പോൾ നമുക്ക് എവിടെയോ പരിചയം തോന്നും. വേറെ എവിടെയല്ല, കരീഷ്മ XMR വന്നിട്ടുള്ള സെയിം എഞ്ചിൻ ബ്ലോക്ക് തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. പവർ ഫിഗേഴ്സിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് റിസർവോയറിൽ, അതായത് റേഡിയേറ്ററിൻ്റെ ഫ്ലൂയിഡിൻ്റെ ചെറിയ ലെവൽ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കവർ കാരണം മറക്കുന്നില്ല. ചെളിയൊക്കെ അടിക്കാണ്ടിരിക്കാനായിരിക്കണം ഈ പോർഷനൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോണിൻ്റെ പ്ലേസ്മെൻറ്റ് കാണാൻ സാധിക്കും. ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആരോ കൊണ്ട് വണ്ടി വീഴ്ത്തിയിട്ടുണ്ട്, കാരണം ലിവറിനെ പൊട്ടിയിരിപ്പുണ്ട്. പിന്നെ കാറ്റലൈറ്റ് കൺവേർട്ടർ കാര്യങ്ങളൊക്കെ കാണാം. എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആ വശത്തേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ടോട്ടൽ ഓവറോളായിട്ട് ആദ്യമായിട്ട് നോക്കാം. ടാങ്കിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് സിൽവർ ബ്ലാക്ക് റെഡ് കോമ്പിനേഷനാണ്. അപ്പോൾ ടാങ്ക് ഫുള്ള് വരുന്നത് ഒരു സിൽവറിൽ പെയിൻറ്റഡ് ഫിനിഷിലാണ്. നമുക്ക് പ്ലാസ്റ്റിക് അല്ല, സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ ടാങ്ക് ബാഗൊക്കെ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാൻ സാധിക്കും. ഹീറോൻ്റെ ഒരു ടാങ്ക് പ്രൊട്ടക്ഷൻ ബാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവർഡ് ബൈ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടോർ സ്പോർട്സിൻ്റെ ഒരു സ്റ്റിക്കർ, അത്യാവശ്യം നല്ലോണം സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്പൾസിൻ്റെ സ്റ്റിക്കർ ഫ്യൂവല് കാണിക്കാനുള്ള സെൻറ്റർ പോർഷനിലായിട്ടാണ് വരുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് മറ്റേ എഥനോൾ 20% ഈ 20 സ്റ്റിക്കർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ടാങ്കിലുള്ള സ്റ്റിക്കർ വർക്കുകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ടാങ്കിനെ പിടിച്ച് നമുക്ക് വരുവാണെങ്കിൽ സൈഡ് പോർഷനും ഏകദേശം അതേ ഡിസൈനിൽ തന്നെ നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ കമ്പനി ചെയ്തിട്ടുണ്ട്. ഈ പോർഷനൊക്കെ കുറേയൊക്കെ പ്ലെയിൻ ആണ്, എന്നിരുന്നാലും ചെറിയ ക്യാരക്ടർ ലൈൻസൊക്കെ നമുക്ക് അവിടെ കാണാം. എക്സോസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതേപോലെ ഇരിക്കുന്നവർക്ക് ചൂടടിക്കാണ്ടിരിക്കാൻ, കാരണം വെച്ചാൽ ഇവിടെയാണ് ഫുഡ് പാക്ക് വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വണ്ടി ഓടിയാൽ വന്നത്, എന്നാലും ഇതുമ്പോൾ തൊടുമ്പോൾ നമുക്ക് ചൂടൊന്നുമില്ല. ഫ്രെയിം കാര്യങ്ങളൊക്കെ ചെറിയതായിട്ട് മാത്രമേ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൂ. പണ്ടത്തെ എക്സ്പൾസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രെയിം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ആ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ബാക്കിലുള്ള പില്ലിൻ്റെ ഫുഡ് പാക്ക് വരുന്നത്. ഫ്രണ്ടിലുള്ളത് നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ റബ്ബർ പോർഷൻ ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് റോഡ് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺ റോഡ് പർപ്പസിന് ഉപയോഗിക്കാം. ബാക്കിലുള്ളത് സ്റ്റീൽ. അത് പണ്ടത്തെ എക്സ്പൾസിനെ വെച്ച് നോക്കുമ്പോൾ എക്സോസ്റ്റിൽ വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ ചെറുതാക്കിയിട്ടുണ്ട്. പക്ഷേ സൗണ്ട് അടിപൊളിയാണ്. നല്ലൊരു പക്ക ഓഫ് റോഡ്, നമ്മൾ ഇൻ്റർനാഷണൽ മീഡിയാസിലോ അല്ലെങ്കിലൊക്കെ വീഡിയോസിലൊക്കെ കാണുന്ന ഓഫ് റോഡ് ബൈക്കിൻ്റെ അതേ സൗണ്ടിലേക്ക് വണ്ടിനെ എത്തിച്ചിട്ടുണ്ട്. ഒരു കുട്ടി കണ്ടില്ലേ, ചെറിയ രീതിയിലുള്ള എക്സോസ്റ്റാണ്, പക്ഷേ സൗണ്ട് സൂപ്പറാണ്. ഞാൻ കേൾപ്പിച്ച് തരാം. കണ്ടില്ലേ, ഈ രീതിയിലാണ് എക്സോസ്റ്റ് നോട്ട് വരുന്നത്. ഇനി എക്സോസിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ അടിയിൽ കൂടെ തന്നെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഈ ഒരു രീതിയിലായിരുന്നു ആദ്യം അവർ ഡിസൈൻ ചെയ്ത്, പിന്നെ അത് എഞ്ചിൻ്റെ അടിയിൽ കൂടെ ആക്കി. എഞ്ചിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് വരുന്നതെങ്കിലും പുതിയ എക്സോസ്റ്റ് ആയതുകൊണ്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വ്യത്യാസങ്ങളും, ഇവിടെ നിന്നൊക്കെ നല്ല 90 ഡിഗ്രി ബെൻഡ് പോലെയൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഹീറ്റ് ഷീൽഡിലും വലിയ ചൂടില്ല, പക്ഷേ അടിയിൽ തൊട്ടഞ്ഞാൽ കൈ കൊള്ളും. ഇനിയിപ്പോൾ സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ തന്നെ പണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് എക്സ്പൾസ് ചെയ്യുമായിരുന്നെങ്കിലും ഒരു കുഞ്ഞു വണ്ടി എന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി മാറി ഒരു പക്ക ഇൻ്റർനാഷണൽ വണ്ടിയുടെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്
ഹീറോയിന് കൈയടി കൊടുത്തേ പറ്റുള്ളൂ. നല്ല രീതിയിൽ അവർ ജോബ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിലാണ് നമുക്ക് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഇവിടെ നമുക്ക് ചെറുതായിട്ട് സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്ഥലം ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇത് കുറ്റികൾ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ടൈ ചെയ്യണമെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോകാം. 3 കിലോ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ സൗകര്യം കമ്പനി തരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കി ഞങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ഡിസൈൻ പാനൽസിൻ്റെയൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക തരം ഡിസൈനാണ്. പക്ഷേ അത് തന്നെ ടോട്ടൽ ഒരു പ്രൊഡക്റ്റായിട്ട് നോക്കുമ്പോൾ വണ്ടി അടിപൊളി ഒരു ലുക്ക് നമുക്ക് നൽകുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ടൈൽ സെക്ഷൻ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ എക്സ്പൾസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അതേപോലെ തന്നെ LED ടൈൽ ലൈറ്റ് നമുക്ക് കാണാം. അത്യാവശ്യം താഴത്തേക്ക് നീങ്ങി നിൽക്കുന്ന രീതിയിലുള്ള നമുക്ക് മഡ് ഗാർഡും കാര്യങ്ങളും അവിടെ കാണാം. നമ്പർ പ്ലേറ്റ് ഹോൾഡർ നമുക്കവിടെ കാണാം. ഈ സൈഡ് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ വിട്ടുപോയ കേസാണ് സ്വിങ്ങാമിൻ്റെ കേസ്. ബോക്സ് ടൈപ്പ് സ്വിങ്ങാം നമുക്ക് കാണാം. അത്യാവശ്യം നല്ല ട്രാവലുള്ള ഒരു മോണോ സസ്പെൻഷൻ നമുക്ക് ബാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഹിമാലയനൊക്കെ പോലെ തന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ അടിയിലേക്ക് തന്നെ നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിസിൻ്റെ കാലിപ്പറോട് കൂടി വരുന്ന ഡിസ്ക് ബ്രേക്ക് കാണാം. സ്പോക്ക് വീൽസാണ് വരുന്നത്. 18 ഇഞ്ചിൻ്റെ റിയർ ടയർ നമുക്ക് കാണാം. ഇത് ഓഫ് റോഡിന് ഉപയോഗിക്കാം, ഓൺ റോഡിന് ഉപയോഗിക്കാം. പക്ഷേ റോഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തേഞ്ഞ് തീരാനുള്ള ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനോ വേണ്ടിയുള്ള സാരി കാർഡ് കാണാം. കാരണം ഇവിടെ ചവിട്ടാനായിട്ടുള്ള സ്റ്റെപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ റിയർ ഫുട്ട് ടെസ്റ്റിൽ ചവിട്ടി വേണം അമ്മമാർക്കൊക്കെ കയറാനായിട്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ സാധനം കൊടുക്കുന്ന സ്ഥിതിക്ക് ഇവിടെ നിന്നൊരു ചെറിയൊരു എക്സ്റ്റൻഷൻ ഇങ്ങനെ കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വണ്ടിയിൽ അതില്ല. ഓപ്പൺ ചെയിനാണ് വണ്ടിക്ക് വരുന്നത്. അതിന് മുകളിലായിട്ട് ചെളിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതേ മഴയത്ത് ഓടി വന്നിരിക്കുന്ന വണ്ടിയിൽ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ചെളി തെറിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതേ മഴക്കാലം കഴിഞ്ഞാൽ നല്ലോണം പൊടി പിടിക്കുന്നുണ്ട്. നല്ല മെയിൻ്റനൻസ് നമ്മൾ ചെയിന് കൊടുക്കേണ്ടതായിട്ട് വരും. അത്യാവശ്യം നല്ല ട്രാവലുള്ള ചെയിനാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളവും വരാനുള്ള സാധ്യത. ഇപ്പുറ സൈഡിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. നമ്മുടെ ഫുഡ് പെക്കുകൾ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെയാണ്. ഗിയർ ലിവർ നമുക്ക് കാണാം. സിംഗിൾ ടൈപ്പിൽ ഗിയർ ലിവർ വരുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും പറയാനില്ല കേട്ടോ, സൂപ്പറാണ്. ഭയങ്കര ക്രിസ്പായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗാണ് വരുന്ന വണ്ടിക്ക്. ബാക്കിയുള്ള പോർഷൻസൊക്കെ അപ്പുറത്തെ സൈഡ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഓവറോളായിട്ട് വണ്ടി ചുറ്റും നടന്നിട്ടുള്ള പരിപാടികൾ. നമുക്ക് സീറ്റും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സിംഗിൾ സീറ്റ് തന്നെയാണ്. പക്ഷേ ആദ്യത്തെ എക്സ്പൾസിനേക്കാളും ഡിസൈനിലും കുഷ്യനിങ്ങിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടബിളാണ്. ഇതിൻ്റെ മീറ്റർ കൺസോൾ വശത്തേക്ക് വരാം. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു പ്രത്യേക ബെൻഡൊക്കെ ഉള്ള ടൈപ്പിലൊക്കെ ഇങ്ങനെ ചിരിച്ചൊക്കെയാണ് ഇതിൻ്റെ ആംസ് പോയിരിക്കുന്നത്. അതൊക്കെ ഒരു പ്രത്യേകതര ഒരു ഡിസൈനായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി ഗ്രിപ്പും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൻ്റെ അത്യാവശ്യം നല്ല പോർഷൻസ് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ലിവർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ കുറച്ച് ഹെവിയർ സൈഡാണ്. ഞാനിപ്പോൾ ട്രാഫിക്കിൽ ആലുവ തിരക്കി കൂടെ ഓടിച്ചപ്പോൾ കുറച്ച് കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ പ്രശ്നമില്ല. നമുക്ക് നക്കിൾ ഗാർഡ് വരുന്നുണ്ട്. ഇനി സെൻറ്റർ പോർഷനിലായിട്ട് നമുക്കിത് കീ സെറ്റിൻ്റെ വശം വരുന്നുണ്ട്. TFT സ്ക്രീനാണ് ഈ ഒരു മോഡലിന് വരുന്നത്. ബേസ് മോഡലിന് LCD സ്ക്രീൻ വരുന്നുണ്ട്. ഇത് നമുക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡിൻ്റെ പോർഷൻസ് ഇവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇഗ്നിഷൻ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ചസിലേക്ക് വരുവാണെങ്കിൽ ഇത് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ ഇവിടെയാണ്. ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് അതേപോലെ പാസ് ഓപ്ഷൻസും ഹൈ ബീമൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ടോഗിൾ ചെയ്യാനുള്ളതാണ്. മീറ്റർ TFT ആയതുകൊണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ സെൻറ്റർ പോർഷനിൽ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്, ഹോണ്, സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇഗ്നിഷൻ്റെ സ്വിച്ചുകൾ, അതേപോലെ തന്നെ ഹസാർഡിൻ്റെ സ്വിച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഈ പോർഷനിൽ വരുന്നത്. മീറ്ററിന് അടിയിലായിട്ട് നമുക്കൊരു ചാർജിങ് പോയിന്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആയിട്ടൊരു മൊബൈലിൻ്റെ ഒരു ഹോൾഡറോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന രീതിയിലൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേബിൾ വഴി കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇനിയൊന്ന് ഇഗ്നിഷൻ ഓൺ ആക്കി നോക്കാം. മീറ്റർ ഓൺ ആക്കി നോക്കാം. അടിപൊളി ഗ്രാഫിക്സിൽ നമുക്കിത് മീറ്റർ ഓണായി വന്നിട്ടുണ്ട്. ഈ സൈഡിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ട് വാർണിംഗ് സെക്ഷനാണ് വരുന്നത്. ഇതിൽ കുറവാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈറ്റ് ഇവിടെ കത്തി കിടക്കുന്നത്. പിന്നെ RPM മീറ്ററാണ് ടോപ്പിൽ വരുന്നത്. ഈ റോഡിൽ നിന്നുള്ളത് വണ്ടിക്ക് 3 മോഡുണ്ട്, അതിൻ്റെയാണ്. അതേപോലെ തന്നെ ഗിയർ പൊസിഷൻ കാണിക്കുന്നു, എഞ്ചിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ കാണിക്കുന്നു, സ്പീഡ്, ഓഡോമീറ്റർ, ടൈം എന്നീ കാര്യങ്ങളാണ് ഈ ഫസ്റ്റത്തെ ഒരു ഇൻ്റർഫേസിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഫുൾ മാനേജ്മെൻറ്റ് ഈ ഒരു സിറ്റി കൂടെയാണ്. ഈ സെൻട്രൽ പോർഷനാണ് അതിൻ്റെ മെയിൻ ഓപ്ഷൻ. ഇത് വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് ഡീറ്റെയിൽസ് അറിയാം. അതേപോലെ തന്നെ അടിയിലേക്കുള്ള സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ട്രിപ്പ് 2ൻ്റെ ഡീറ്റെയിൽസ് അറിയാം, ഫ്യൂവൽ എഫിഷ്യൻസിനെ കുറിച്ച് അറിയാം, ഇൻഫർമേഷൻ, ഡേറ്റ്, സർവീസ്, എത്ര കിലോമീറ്റർ, അങ്ങനെ. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ തന്നെ ഫോൺ വേണമെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷനും ഇതിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെയാണ് ബേസിക് ഡീറ്റെയിൽസ് ഈ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാക്ക് അടിച്ചിട്ട് നോർമലിലേക്ക് വന്നതിന് ശേഷം ഈ സ്വിച്ചിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ സെറ്റിങ്സിലേക്ക് എത്തും. എന്നിട്ട് ഇതേപോലെ തന്നെ ടോഗിൾ ചെയ്യാനായിട്ട് സ്വിച്ചസ് തന്നെ ഉപയോഗിക്കുക. അടിയിലേക്ക് മുകളിലേക്കൊക്കെ നമുക്ക് പോകാം. പിന്നീട് ഇത് ഓരോന്നും നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ബൈക്കിൽ ട്രിപ്പ് 1 നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ബൈക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ ഈ സെൻട്രൽ പോർഷൻ സ്വിച്ച് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ട്രിപ്പ് 1 എടുത്തു, ട്രിപ്പ് 1 സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കും. അതേപോലെ ബാക്ക് അടിച്ചാൽ തിരിച്ചത് നമ്മൾ ട്രിപ്പ് 1 പോവും. ട്രിപ്പ് 2 അതേപോലെ സെറ്റ് ചെയ്യാം. ABS മോഡ് നമുക്ക് മാറ്റാം, ബാറ്ററി ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ബൈക്ക് സെക്ഷനിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ABSനെ നോക്കാം. റോഡ്, ട്രയൽ, ഓഫ് റോഡ്, ഈ 3 ഓപ്ഷൻ ഉണ്ട്. കറൻ്റ് ഇപ്പോൾ റോഡ് മോഡലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മൾ ബാക്ക് അടിച്ച് വന്നു. അതേപോലെ
ഡിസ്പ്ലേ സെറ്റിങ്സ് നോക്കി കഴിഞ്ഞാൽ അപ്പിയറൻസ്, ബ്രൈറ്റ്നസ്, വിഡ്ജറ്റ്സ്, ഡേറ്റ്, ടൈം എന്നീ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. കണക്ടിവിറ്റിയിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കാം. എബൌട്ടിൽ വേണമെങ്കിൽ റൈഡർ ഇൻഫോ ആഡ് ചെയ്യാം, സോഫ്റ്റ്വെയർ വേർഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു സെറ്റിങ്സ്. ഇനി ഇതിൽ നിന്ന് ബാക്കിൽ ഇറങ്ങണമെങ്കിൽ ബാക്ക് സ്വിച്ച് തന്നെ അമർത്തിയാൽ മതി. കണ്ടില്ലേ, നോർമൽ ആ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ അത്യാവശ്യം ഒരു ട്രിപ്പ് പോകുമ്പോൾ വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലൊരു കുറവ് അങ്ങനെ കാര്യമൊന്നും പറയാനില്ല. TFT ഡിസ്പ്ലേ ആയതുകൊണ്ടും ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, രാത്രി ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് കളറുള്ള മീറ്റർ ആവുക, അങ്ങനെ എല്ലാ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ വശത്ത് നമുക്ക് ഒരു നെഗറ്റീവും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഇനി നമുക്ക് എക്സ്പൾസ് 210ൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ടാങ്ക് കപ്പാസിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ല. 13 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് വണ്ടിക്ക്. അതായത് ബേസ് മോഡലും പ്രോ മോഡൽ, 2 മോഡലുള്ള ഞാൻ പറഞ്ഞില്ല മീറ്ററിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതിൽ TFT സ്ക്രീൻ വരുന്നത് പ്രോ മോഡലാണ്. ഈ ഇരിക്കുന്നത് പ്രോ മോഡലാണ്. ഇതിന് 170 കിലോ ടോട്ടൽ വെയിറ്റ് വരുന്നുണ്ട്. ബേസ് മോഡലാണെങ്കിൽ ഒരു 2 കിലോ കുറവ്, 168 കിലോ ആണ് ബേസ് മോഡലിൻ്റെ വെയിറ്റ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതിൽ 3 ABS മോഡ് വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 830 mm ആണ് സീറ്റ് ഹൈറ്റ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള 5.6 ആണ് എൻ്റെ ഹൈറ്റ്. എനിക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാം. പ്ലാന്റഡ് ഫുട്ട് അല്ലെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ 5.6 അല്ലെങ്കിൽ 5.5 ആണെങ്കിലും അത്യാവശ്യം എത്തിപ്പിടിച്ചാണെങ്കിലും വണ്ടി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ കരീഷ്മയിൽ കണ്ടിട്ടുള്ള XMR-ലെ സെയിം 210cc എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 4 സ്ട്രോക്ക് 4 വാൽവ് സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഡ്യുവൽ ഓവർ ഹെഡ് ക്രാം ഷാഫ്റ്റ് വരുന്ന ഒരു എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വൈബ്രേഷൻസ് ഉണ്ടാവും എഞ്ചിന്. പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡ്യുവൽ ഹെഡ് കൊടുക്കുന്നത്. അപ്പോൾ വൈബ്രേഷൻ വരും, അത് ഇതിൽ ചെറുതായിട്ടുണ്ട്. കൂടുതൽ ഡീൽസൊക്കെ ഓടിക്കുമ്പോൾ പറയാം. ഇനി 210cc ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ 20.7 Nm ടോർക്ക് 7250 RPM-ലും 24.6 PS പവർ 9250 RPM-ലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിഡിലാണ് ഏറ്റവും കൂടുതൽ വളരെ പെർഫോമൻസ് ഇരിക്കുന്നത്. പക്ഷേ ഓടിക്കുമ്പോൾ ഒട്ടും ലാഗി അല്ല വണ്ടി. നമ്മൾ പറയും ഇപ്പോൾ 7000 RPM എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം RPM അല്ലേ അവിടെയല്ലേ പെർഫോമൻസ് വരുള്ളൂ. അപ്പോൾ ഒരു 3000 RPM എന്നൊക്കെ പറയുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ വണ്ടി ഭയങ്കര ലാഗായിരിക്കില്ലേ എന്നൊക്കെ പേപ്പർ കണ്ടാൽ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഓടിക്കുമ്പോൾ ഭയങ്കര എൻഗേജിങ് ആണ്. അടിപൊളി പെർഫോമൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വണ്ടി ഓവറോളായിട്ട് എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫ്രെയിമിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സെമി ഡബിൾ ക്രാഡിൽ ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീൽ എന്നാണ് അത് പറയുന്നത്. അതായത് മെറ്റീരിയൽ അങ്ങനത്തെ ഒരു ഓഫ് റോഡ് കാപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് വീഴ്ച കാര്യങ്ങളൊക്കെ ഈ വണ്ടീനെ സംബന്ധിച്ചുള്ള നോർമലായിരിക്കും. അപ്പോൾ അതിനൊക്കെ പെട്ടെന്ന് ബെൻഡായി പോകാമെന്ന് കഴിഞ്ഞാൽ ഫ്രെയിം മാറ്റൽ എന്നൊക്കെ പറഞ്ഞ ഒരു വണ്ടിയുടെ ടോട്ടൽ ഒരു നട്ടിൽ തന്നെ മാറ്റുന്ന പോലെയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒറ്റ ഫ്രെയിമിൻ്റെ അവിടെ നിന്ന് ടീയുടെ അവിടെ നിന്ന് വന്നിട്ട് ഫ്രെയിം ഇത് സ്പ്ലിറ്റ് ചെയ്തൊക്കെ പോകുന്ന രീതിയിലൊക്കെ അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് വണ്ടി ഒരു സോളിഡ് ആയിട്ടുള്ള രീതിയിലാണ് കമ്പനി ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് അസിസ്റ്റും വണ്ടിക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറയാനുള്ളത് എക്സ്പൾസിൻ്റെ കളർ ഓപ്ഷൻസിനെ കുറിച്ചാണ്. നമുക്ക് ടോട്ടൽ 4 കളറിൽ വണ്ടി അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ടോപ്പ് വേരിയൻസ്, അതായത് TFT സ്ക്രീൻ വരുന്ന ടോപ്പ് വേരിയൻസിൽ 2 കളേഴ്സാണ് വരുന്നത്. ഒന്ന് ഈ പറഞ്ഞ ആൽഫൈൻ സിൽവർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ റെഡ് ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ വരും. അതേപോലെ ഈ സിൽവർ വരുന്നിടത്ത് ബ്ലൂ വരുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ പേര് അസ്യൂർ ബ്ലൂ എന്നാണ്. ഈ 2 വേരിയൻ്റാണ് ടോപ്പ് മോഡൽ, അതായത് TFT മോഡൽ എടുക്കുന്ന ആൾക്കാർക്കുള്ള ഓപ്ഷൻസ്. 2 കളർ. ഇനി ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ഉണ്ട് LCD സ്ക്രീനോട് കൂടി വരുന്നത്. അതിന് വരുന്ന സമയത്ത് 2 കളർ തന്നെയുള്ളത്. ഒന്ന് ഗ്ലേഷ്യർ വൈറ്റ്, അതേപോലെ തന്നെ വൈൽഡ് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സീറ്റൊന്നും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സുഖമായിട്ടത് സിംഗിൾ സീറ്റാണ് ഊരിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്കത് ബാറ്ററി പ്ലേസ്മെൻറ്റ് കാണാം. അതേപോലെ അത്യാവശ്യം വയറിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ടക്കിൻ ചെയ്തിട്ടുണ്ട്. OBD സ്കാൻ ചെയ്യാനുള്ള ഇതാണ് ഈ റെഡ് കളറിൽ ക്യാപ്പിൽ അടച്ച് വെച്ചിരിക്കുന്നത്. ഈ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ സീറ്റ് ഇടുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ലോക്ക്. അത് ഇതിൻ്റെ ഉള്ളിൽ കയറണം. ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കയറി അതിനുശേഷം ഇത് വന്ന് വീഴുമ്പോഴാണ് ഇത് ലോക്കാവുക. അപ്പോൾ ഈ ഒരു വശം കുറച്ച് ഫ്ലെക്സിബിളാണ്. ഇങ്ങനെ കണ്ടോ, ഈ രീതിയിൽ അങ്ങോട്ട് ചേർത്ത് വയ്ക്കുക, ഇവിടെ കുത്ത് അടയ്ക്കുക. ഇതാണ്, ഇങ്ങനെയാണ് സീറ്റ് ഇതിൻ്റെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നിയോ എന്നൊരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ എനിക്ക് ഓടിച്ചപ്പോൾ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയത്തെ ഈ ഒരു ബ്രേക്ക് ലിവറിൻ്റെ ഈ സൈസ് വളരെ ചെറുതായിട്ട് തോന്നി. ചില സമയത്ത് ഈ തുമ്പ് വരെയൊക്കെ നമ്മുടെ കാലെത്തണുള്ളൂ. പിന്നെ ആലോചിച്ച് തന്നെ നമ്മളിങ്ങോട്ട് ചേർത്ത് വെക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സൈസോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നീട്ടമോ ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിലൊരു കംഫർട്ട് ആയിട്ട് ബ്രേക്ക് ചവിട്ടാമെന്ന് എനിക്കൊരു ഫീൽ ഉണ്ട്. എല്ലാ പോയിൻറ്റും കൊണ്ടും ഫുള്ളി സാറ്റിസ്ഫൈഡ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ബൈക്കിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. മറ്റ് എക്സ്പൾസ് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഇച്ചിരി കുറവ് കാരണം കുറച്ച് സ്റ്റെബിലിറ്റി പ്രശ്നങ്ങളൊക്കെ തോന്നുമായിരുന്നു. പക്ഷേ ഇത് പക്ക വണ്ടിയാണ്. നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓഫ് റോഡർ പ്ലസ് ഓൺ റോഡ് ടൂറിംഗ് ബൈക്കായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു എക്സ്പൾസിനെ കുറിച്ചുള്ള ടോട്ടൽ ഒരു ഓവറോൾ നടന്നിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ
കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്കിനി വണ്ടി ഓടിച്ച് നോക്കണം. നിങ്ങൾക്ക് അറിയേണ്ട എങ്ങനെയുണ്ട് അതിൻ്റെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയാണ് വണ്ടി നമുക്ക് തരുന്നൊരു ഫീഡ്ബാക്ക് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. കണ്ടില്ലേ 5.6 ഹെഡിൽ എനിക്ക് പ്ലാന്റഡ് ഫുട്ട് അല്ല, പക്ഷേ കാലിൻ്റെ പകുതിയും നമുക്ക് പ്ലാന്റ് ചെയ്ത് തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു റൈഡിങ് പോസ്റ്റർ കിട്ടുന്നുണ്ട്. ഏകദേശം ക്യാമറയ്ക്കിൻ്റെ ഈ ലെവലിൽ നമുക്ക് വിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ വൈസറിൻ്റെ ഹൈറ്റും വരുന്നുണ്ട്. വലിയ ഒച്ചപ്പാട് ബഹളമൊന്നുമില്ല കേട്ടോ. സ്പീഡിൽ പോകുമ്പോൾ ഒരു 70-80 ഞാൻ പോയുള്ളൂ. ഫ്യൂൽ ഇച്ചിരി കുറവായതുകൊണ്ട്. പക്ഷേ എന്നാലും ആ സമയത്ത് ഇവിടെ നിന്ന് വലിയ ഒച്ചപ്പാട് ബഹളം കാര്യങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ നമുക്ക് റോഡിലേക്ക് ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം. ഫ്രണ്ട്സ്, അപ്പോഴേ നമ്മൾ സാധാരണ നമ്മുടെ റോഡ് കണ്ടീഷനിലേക്ക് എത്തി. ഇത് അത്യാവശ്യം പാച്ചൊക്കെ ഉള്ള ബമ്പി ആയിട്ടുള്ള റോഡാണ്. പക്ഷേ ഇത് ഞാൻ പോകുന്ന സ്പീഡ് നോക്കി നിങ്ങൾ 3rd ഗിയറിൽ 4th കണ്ടല്ലേ, അനങ്ങണില്ല സാധനം. കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് ഹമ്പൊക്കെ ചാടിയിട്ട് ചുമ്മാ വെറുതെ നമ്മൾ സാധാരണ ബൈക്കിൽ ചെറിയ കുഴി വന്ന് വീഴുന്ന സെയിം ഫീൽ എന്നല്ലാണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ വണ്ടി. അടിപൊളി സസ്പെൻഷൻ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സസ്പെൻഷൻ. ഇതേ ഇനി ഇവിടെ നമ്മളിങ്ങനെ റബ്ബർ റേസിലേക്ക് കിടക്കുവാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് വണ്ടിയുടെ പെർഫോമൻസ് എന്ന്. ഫസ്റ്റ് ഗിയർ, എൻ്റെ അമ്മോ പോളി. എക്സ്പ്രസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കിട്ടില്ല, ഭയങ്കര റിഫൈൻഡ് കേട്ടോ വണ്ടി. നമുക്ക് വലുതായിട്ട് ഈ പറഞ്ഞ പോലെ വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നുമില്ല, പക്ക സ്മൂത്ത്. പിന്നെ ഗ്ലൗസും കൂടി ഇട്ടതിൻ്റെ ഗുണം കൂടി ഉണ്ട് കേട്ടോ. ഹാൻഡിൽ നിന്ന് ഒരു തരി വൈബ്രേഷൻ കിട്ടുന്നില്ല. ഫുഡ് പെഗിൽ ചെറുതായിട്ട് വൈബ്രേഷൻ ഉണ്ട്. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒച്ച നോക്കോ, കണ്ടില്ല എന്ത് രസാ. സൂപ്പർ ഇട്ടാ വണ്ടി. കൊടുക്കുന്ന പ്രൈസിന് വെർത്താണ്. കൈ കൊടുത്തത് പവറുണ്ട്. നമ്മൾ പറയില്ലേ, പേപ്പർ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ പെർഫോമൻസ് ഇരിക്കുന്നത് കുറച്ച് കൂടിയ RPM-ലായതുകൊണ്ട് വണ്ടി ഇനീഷ്യൽ RPMs 4,500 RPM-ലൊക്കെ ഭയങ്കര ലാഗായിരിക്കുന്നത്. ഇപ്പം നമ്മൾ 5th ഗിയറിൽ 50 പോണേ, 5000 RPM. കണ്ടില്ലേ കൈ കൊടുത്തത് പോളി. ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ വണ്ടി ഈ ഒരു പെർഫോമൻസ്. ഭയങ്കര സാറ്റിസ്ഫൈഡ്. ഇനി നമുക്ക് ഇനി ഹൈവേ ഓടാം, എന്നിട്ട് മറ്റേ ഗേഡറൊക്കെ ചാടുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ. ട്രാഫിക് കണ്ടീഷനിലുള്ള എഞ്ചിൻ്റെ റെസ്പോൺസ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മളിത് 3rd ഗിയറിൽ 20 സ്പീഡിലൊക്കെയാണ് പോണേ. കണ്ടില്ലേ 16 ആണെങ്കിൽ എഞ്ചിൻ നോക്കിങ് ഇല്ല, സ്മൂത്തായിട്ട് കയറി പോവാം. കൈ കൊടുത്താതെ കണ്ടില്ലേ പവറും ഉണ്ട്. എല്ലാ കണ്ടീഷൻസിനും പറ്റിയ രീതിയിലാണ് എൻ്റെ ട്യൂണിങ് ഒക്കെ ഇരിക്കുന്നത്. വണ്ടി അടിപൊളി, ഭയങ്കര ഇഷ്ടമായിട്ടാണ് വണ്ടി. എനിക്ക് ഈ അടുത്തൊന്നും എനിക്ക് ഇങ്ങനെ എല്ലാ പർപ്പസും കൂടെ കയറി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നല്ല ഹൈറ്റും ഉണ്ട്. ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ കാറിൻ്റെ ഒക്കെ ടോപ്പ് ഷോക്ക് അത്യാവശ്യമൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റും ഉണ്ട്. അപ്പോൾ എല്ലാ ആസ്പെക്റ്റിൽ നിന്നും അടിപൊളി വേണ്ടിയിട്ട്. സൗണ്ടും പറയണം, ഇപ്പോൾ ഫ്രണ്ടിൽ ബുള്ളറ്റ് പോകുന്നുണ്ട്, എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ കൈ കൊടുത്താൽ പവറും സൗണ്ടും ഭയങ്കരമായിട്ട് നമുക്ക് അഡ്രിനൽ റഷ് വരുന്ന രീതിയിലാണ് കേട്ടോ വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി. നമുക്കിത് ഇപ്പോൾ പാലത്തിലേക്കാണ് വരുന്നത്. അത്യാവശ്യം കേട്ടറിന് നല്ല ഗ്യാപ്പുകളുള്ളൊരു പാല. ഇത് ചാടുമ്പോഴുള്ള നോക്കിക്കോട്ടെ. നമ്മൾ ഓൾറെഡി 60 പോയിക്കൊണ്ടിരിക്കണേ. ആ ഫ്രണ്ടിൽ തോൽക്കാൽ വീഴുമ്പോൾ നിങ്ങൾ നോക്കിക്കോ എത്രത്തോളമാണ് ഇവിടുത്തെ കേട്ടറിൻ്റെ ഇതെന്ന്. ഇതൊക്കെ പഴം പോലെ പോകണ വേണ്ടി എൻ്റെ അറിയണം കൂടി ഇല്ല കേടർ ഇത്രയും വലുത് ചാടിക്കൊണ്ടിരിക്കണേന്ന്. സൂപ്പർ. സ്പീഡ് നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ 60 സുഖമായിട്ട് കണ്ടില്ലേ, പക്ക ഒരു ഡിസ്കംഫേർട്ടും ഇല്ല. അടിപൊളി. അപ്പോൾ ആരൊക്കെ ഈ വണ്ടി എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം റൈഡൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്കും ഈ പറഞ്ഞ പോലെ കംഫർട്ട്, നല്ല രീതിയിൽ കംഫർട്ടും പെർഫോമൻസൊക്കെ വേണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു പക്കാ വണ്ടിയാണ് എക്സ്പൾസ് 210 എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ റിവ്യൂ. ഇപ്പോൾ എനിക്കൊരു ബൈക്ക് എടുക്കാനായിട്ട് താല്പര്യമുള്ള ആളാണെങ്കിൽ, എൻ്റെ വണ്ടി ആക്ച്വലി ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാറായി, ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് പക്ഷേ ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം പുതിയ വണ്ടിയിലേക്ക് പോകാറത്തെ. പക്ഷേ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ലിസ്റ്റിലുള്ളൊരു വണ്ടി തന്നെയായിരിക്കും എക്സ്പൾസ് എന്ന് പറയുന്നത്. നമുക്ക് വണ്ടി തന്നത് മെഗാ മോട്ടോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഷോറൂമിലേക്ക് കയറ്റുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ദിസ് ഈസ് യുവർ രാഹുൽ ജി സൈനിങ് ഓഫ്. ബൈ ബൈ ഗായ്സ്.